കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. ചികിത്സ മാറി നൽകിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പേരാമ്പ്ര സ്വദേശി രജനിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഈ പേഷ്യൻ്റ് അലറി വിളിക്കുകയായിരുന്നു വേദന കൊണ്ട്. ഇപ്പോൾ GBS എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ്. ഭയങ്കര വേദനയും കാര്യങ്ങളും ഉണ്ടാവും ഇതിന്. അപ്പം പേഷ്യൻറ്റിൻ്റെ പേഴ്സണാലിറ്റി ഒക്കെ മാറി, കാരണം വേദന സഹിച്ചുകൊണ്ട്. അങ്ങനെ അലറി വിളിക്കുന്ന പേഷ്യൻറ്റിനെ ഇവർ സൈക്യാട്രി വിഭാഗത്തിലേക്കാണ് കൺസൾട്ട് ചെയ്യുന്നത്. ഈ തരിപ്പും വേദനയുള്ള ആള് സൈക്യാട്രിയിലേക്കാണ് ഇവർ കൺസൾട്ട് ചെയ്യുന്നത്. അത്ര പോലും ന്യൂറോയിലേക്കൊരു റെഫറൻസോ ന്യൂറോ കൺസൾട്ടേഷനോ ഇവിടെ നടന്നിട്ടില്ല. അങ്ങനെ 4ാമത്തെ ദിവസമാണ് ഈ രോഗി മറ്റൊരു പേഷ്യൻറ്റിനെ നോക്കാൻ വന്ന ഡോക്ടറോട് പറയാണ്, എന്നെ ഒന്ന് നോക്ക് ഡോക്ടറെ, അല്ലെങ്കിൽ ഞാനിപ്പം മരിക്കും എന്ന് പറഞ്ഞിട്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, വിശദാംശങ്ങൾ. SKN ഇപ്പോൾ മരിച്ച രജനിയുടെ ബന്ധു അനുശ്രീയാണ് നമ്മോട് സംസാരിച്ചത്. അവർ സൂചിപ്പിച്ചതുപോലെ ഈ മാസം 4-നാണ് പേരാമ്പ്ര സ്വദേശിനിയായിട്ടുള്ള രജനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. നാവിന് തരിപ്പും കൈകാലുകൾക്ക് അതിശക്തമായ വേദനയുമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അവരെ ഇവിടെ എത്തിക്കുകയും അവർ ചികിത്സയുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്നാൽ അവരുടെ വേദന കണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇത്ര അധികം വേദനയും അതുപോലെ നാവിൽ ഈ തരിപ്പും വന്നതെന്ന് അത് കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞില്ല, ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല അവർ വലിയ രീതിയിൽ കരഞ്ഞു. വാവിട്ട് കരയുന്നത് കണ്ടപ്പോൾ അവർക്ക് മാനസിക രോഗമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർക്ക് അത്തരം ചികിത്സ നൽകി ന്യൂറോ കൺസൾട്ടൻസി നൽകിയില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഇവിടെ BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശനമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ അന്വേഷണം നടക്കുന്നുമുണ്ട്. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ 3:30 ഇവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. പേരാമ്പ്ര പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.